ഹലോ ഫ്രണ്ട്സ്, റാങ്ക് മേക്കറിന്റെ കോപ്പറേറ്റീവ് സീരീസിലേക്ക് സ്വാഗതം. CSEB എക്സാമുകൾക്കും മറ്റ് കോപ്പറേറ്റീവ് എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ 10 മിനിറ്റ്സ് വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. നമ്മൾ ഏതൊരു എക്സാമിന് പഠിക്കുന്ന സമയത്തും അതിന്റെ ബേസ് നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോപ്പറേറ്റീവ് എക്സാം ആണെങ്കിൽ നമ്മൾ ആദ്യം കോപ്പറേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. കോപ്പറേഷൻ മനസ്സിലാക്കാത്ത ഒരാൾക്ക് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്താണെന്നുള്ളതോ കോപ്പറേറ്റീവ് വാല്യൂസ് എന്താണെന്നുള്ളതോ കോപ്പറേറ്റീവ് എത്തിക്സ് എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കോപ്പറേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളതും അതിന് ഒരുപാട് വ്യക്തികളും സംഘടനകളും നൽകിയിട്ടുള്ള ഡെഫിനേഷൻസുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ക്ലാസ്സിന്റെ തമ്പനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു മാർക്ക് ഉറപ്പിക്കുക എന്നുള്ളത്. അത് വളരെ ഡെഫിനറ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഇതുവരെ ഒരു കോപ്പറേറ്റീവ് എക്സാമും ഡെഫിനിഷൻസ് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിലും അതിൽ ഡെഫിനിഷൻസ് ചോദിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ അത് കോട്ട് ചെയ്തിട്ട് അത് ആരുടേതാണ് എന്ന് ചോദിക്കാം. അതല്ല എങ്കിൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരു സെറ്റ് ഓഫ് ഡെഫിനിഷൻസ് തന്നിട്ട് അത് ആര് പറഞ്ഞു എന്നുള്ള രീതിയിൽ മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. എങ്ങനെയാണെങ്കിലും കോപ്പറേഷന്റെ ഡെഫിനിഷൻ ഷുവർ ആണ്. ഈ ഒരു ക്ലാസ്സിൽ കൃത്യമായിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കോപ്പറേറ്റീവ് സൈ സീരീസിന്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് കോപ്പറേഷൻ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമുക്ക് കോപ്പറേഷന്റെ കോൺസെപ്റ്റ് പറയാം. കോപ്പറേഷന്റെ മീനിങ് ഇവിടെ നമുക്ക് 3 അല്ലെങ്കിൽ 4 കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഈ കോപ്പറേഷൻ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഒരു മാർക്കിനുള്ള കാര്യം നമ്മൾ അവിടെ പഠിച്ചു. ദ കോപ്പറേഷൻ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഇനി ഏതാണ് ആ ലാറ്റിൻ വേർഡ്? കോ ഓപ്പറാറി. 2 മാർക്കിനുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കോ ഓപ്പറാറിയിൽ നിന്നാണ് കോ ഓപ്പറേഷൻ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് കോ ഓപ്പറാറിയുടെ മീനിങ് എന്നുള്ളത് നോക്കാം. കോ മീൻസ് വിത്ത് ആൻഡ് ഓപ്പറാറി മീൻസ് ടു വർക്ക്. നമ്മൾ വീണ്ടും 2 കാര്യം പഠിച്ചിരിക്കുകയാണ്. സോ കോപ്പറേഷൻ മീൻസ് എന്താണ്? വർക്കിംഗ് ടുഗദർ ജോയിന്റ്ലി, അതാണ്. സോ കോപ്പറേഷൻ മീൻസ് വർക്കിംഗ് ടുഗദർ ജോയിന്റ്ലി ഫോർ എ കോമൺ പർപ്പസ് എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻസ് കോപ്പറേഷൻ ഏത് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്, അതുപോലെ കോ ഓപ്പറാറി എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ്, ഇതെല്ലാം ഒരുപാട് എക്സാംസിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മുടെ ഒരു നോളജും നമുക്ക് വില കുറഞ്ഞതായിട്ട് വരുന്നില്ല. എല്ലാ കാര്യങ്ങളും വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള നോളജ് തന്നെയാണ്. ബേസിക് നോളജ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ കോപ്പറേഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കോ ഓപ്പറാറിയിലാണ്. ഇറ്റ് മീൻസ് ടു വർക്ക് ടുഗെദർ എന്നുള്ളതാണ്. ഓക്കെ, വർക്കിംഗ് ടുഗെദർ ജോയിന്റ്ലി. അപ്പൊ നമ്മൾ ഒരുപാട് ആളുകൾ ഒത്തുചേർന്ന് ഒരു പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ് കോപ്പറേഷൻ. അപ്പൊ സഹകരണം എന്ന് നമുക്ക് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, സഹകരിച്ചു പോവുക അല്ലെങ്കിൽ കോപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം എല്ലാവരും ഒത്തുചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ള മീനിങ് ആണ്. പക്ഷെ ഈ ഒരു കോപ്പറേഷന് നമ്മൾ പറയുന്ന മീനിങ് മാത്രമല്ല, ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആളുകൾ, സംഘടനകൾ ഒരുപാട് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഏരിയയിൽ നിന്നും കൂടുതലായിട്ട് ചോദിക്കുക. ഓക്കെ, അപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ഇനി പറയാനുള്ളത്. അതായത് കോപ്പറേഷന്റെ കോൺസെപ്റ്റുകളാണ്. അതായത് പണ്ട് ആദ്യമൊക്കെ കോപ്പറേഷനെ ഒരു വേ ഓഫ് ലൈഫ് എന്നുള്ള രീതിയിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. അതായത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു കോപ്പറേഷൻ വരുന്നത് തന്നെ എങ്ങനെയാണ്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് വേൾഡിൽ വന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പം ഈ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ എവിൽ എഫക്ട്സ്, അല്ലെങ്കിൽ എന്താ പറയുക, ക്യാപിറ്റലിസത്തിന്റെ എവിൽ എഫക്ട്സ്, ഇതിനെയെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോപ്പറേഷൻ വന്നിട്ടുള്ളത്. അപ്പൊ പണ്ട് കാലത്ത് നമ്മൾ ഇതിനെ ഒരു വേ ഓഫ് ലൈഫ് ആയിട്ട് മാത്രമാണ് കണ്ടിരുന്നത്. അല്ലാതെ ഒരു ബിസിനസ് ഫോം ആയിട്ട് നമ്മൾ ഒരിക്കലും കോപ്പറേഷനെ കണ്ടിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഓൾഡ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് കൺസെപ്റ്റ് ഓൺ കോപ്പറേഷൻ എന്ന് പറയുന്നത് കോപ്പറേഷൻ ഈസ് എ വേ ഓഫ് ലൈഫ് എന്നുള്ളതാണ്. ഇനി മോഡേൺ കൺസെപ്റ്റ് നോക്കുകയാണ്. ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്? ഒരു വേ ഓഫ് ലൈഫ് ആണോ? അല്ല. അതായത് കോ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ്. ഈ ഒരു സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ കൂടിയാണ്. ഒരുപാട് എക്സാമുകൾക്ക് ഇത് ആരാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന ഡെഫിനിഷൻ ആര് പറഞ്ഞതാണ്? അത് TN ഹജീലയാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് ഒരുപാട് ഡെഫിനിഷൻസ് വരുന്നുണ്ട്. ഡെഫിനിഷൻസ് എല്ലാം തന്നെ നമുക്ക് എക്സാമിന് ഷുവർ ആയിട്ടും 1 മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും ഡെഫിനിഷൻസ് സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ ഡെഫിനിഷനിലൂടെ സ്കിപ്പ് ചെയ്യുന്ന 1 മാർക്ക് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് റാങ്കിൽ നമ്മളെ ഒരുപാട് മുന്നോട്ടേക്ക് എത്തിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? കോപ്പറേഷന്റെ ഡെഫിനിഷൻസ് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് റോബർട്ട് ഓവന്റെ ഡെഫിനിഷൻ നോക്കാം. ആരാണ് റോബർട്ട് ഓവൻ? നമ്മുടെ കോപ്പറേഷന്റെ
ഫാദർ എന്നറിയപ്പെടുന്ന വേൾഡ് കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന മഹത് വ്യക്തിയാണ് റോബർട്ട് ഓവൻ. റോബർട്ട് ഓവൻ ഇല്ലെങ്കിൽ കോപ്പറേഷൻ ഇല്ല. നമ്മൾ ഇവിടെ ഇരുന്ന് ഈ കോപ്പറേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടി നമ്മൾ പഠിക്കുകയില്ല. കോപ്പറേഷന്റെ ഒരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ലോകത്തിന് തന്നെ ഏറ്റവും വലിയൊരു സംഭാവന നൽകിയ വ്യക്തിയാണ് റോബർട്ട് ഓവൻ. റോബർട്ട് ഓവനെ കുറിച്ച് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അദ്ദേഹം കോപ്പറേഷന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, അദ്ദേഹത്തിന്റെ മില്ലിൽ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ, എംപ്ലോയീസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് സ്കീമുകൾ, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം. ഇപ്പൊ നമുക്ക് ജസ്റ്റ് റോബർട്ട് ഓവൻ കോപ്പറേഷനെ കുറിച്ച് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, നോ കോമ്പറ്റീഷൻ, നോ മണി, നോ പ്രോഫിറ്റ്. റോബർട്ട് ഓവന്റെ ഒരു ഐഡിയോളജി ശരിക്കും നമുക്ക് ഈ ഒരു ഡെഫിനേഷനിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. കോമ്പറ്റീഷൻ വേണ്ട, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യേണ്ട, പണത്തിന് പ്രാധാന്യം കൊടുക്കണ്ട, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല. എങ്ങനെയാണ് നമ്മൾ പരസ്പരം ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കോപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെ കോമ്പീറ്റ് ചെയ്യുക, പ്രൈസ് ഉണ്ടാക്കുക എന്നുള്ള കാര്യമൊന്നുമില്ല. ആദ്യമേ പറഞ്ഞിരുന്നു, അതായത് ഒരു വീക്കർ സെക്ഷൻ അവരുടെ ഒരു അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് കോപ്പറേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ വന്നിട്ടുള്ളത്. അവിടെ പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയുന്ന ഒരു കാര്യം എവിടെയും വരുന്നില്ല. ഇനി നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ ആണ്, എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ്. മാൻ ബൈ ബർത്ത് ഈസ് നെയ്തർ ടു ഗുഡ് നോർ ടു ബാഡ്. ഇറ്റ് ഈസ് ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് മേക്ക് ഹിം ഗുഡ് ഓർ ബാഡ്. അതായത് ഒരാളും ജനിക്കുന്ന സമയത്ത് അയാൾ നല്ലവനായിട്ടോ മോശപ്പെട്ടവനായിട്ടോ ജനിക്കുന്നില്ല. അയാളുടെ സാഹചര്യങ്ങളാണ് അയാളെ നല്ലതും ചീത്തയും ആക്കുന്നത് എന്നാണ് റോബർട്ട് ഓവൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഈ ഒരു ഫിലോസഫിനെ നമ്മൾ ഡോക്ട്രീൻ ഓഫ് സർക്കംസ്റ്റാൻസസ് എന്നാണ് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫിലോസഫിയാണ്, എക്സാമിനും ചോദിക്കാറുണ്ട്. അതായത് അയാൾ ജനിക്കുന്ന സമയത്തല്ല, അയാളുടെ സാഹചര്യം കൊണ്ടാണ് അയാൾ നല്ലതും മോശവും ആകുന്നത്. ഇത് ആര് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഈ ഫിലോസഫിയുടെ പേര് എന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഫിലോസഫിയുടെ പേര് ഡോക്ട്രീൻ ഓഫ് സർക്കംസ്റ്റാൻസസ് എന്നാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ICA ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് പറഞ്ഞിട്ടുള്ള കോപ്പറേഷന്റെ ഡെഫിനിഷൻ നോക്കാം. കോപ്പറേറ്റീവ് ഈസ് ആൻ ഓട്ടോണോമസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് യുണൈറ്റഡ് വോളണ്ടറി ടു മീറ്റ് ദെയർ കോമൺ എക്കണോമിക്, social and cultural needs and aspirations through a jointly owned and democratically controlled enterprise. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഒരു സംഘടന എന്ന രീതിയിൽ എന്താണെന്നുള്ള ഒരു ഡെഫിനിഷനാണ് ICA പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് എന്ന് പറയുന്നത് ഒരു ഓട്ടോണോമസ് അസോസിയേഷൻ ആണ്. ആ അസോസിയേഷനിലേക്ക് ആളുകൾ വരുന്നത് എങ്ങനെയാണ്, വോളണ്ടറിലി, ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ? അല്ല, അവർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് വരുന്നത്. എന്തിനു വേണ്ടിയിട്ട്, ആ മെമ്പേഴ്സിന്റെ കോമൺ ആയിട്ടുള്ള എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ നീഡ്സ് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. then ഇവിടെ പറയുന്നുണ്ട് ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് എന്റർപ്രൈസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെന്റ് എപ്പോഴും എങ്ങനെയായിരിക്കും, ഡെമോക്രാറ്റിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിൽ കോപ്പറേഷന്റെ ഡെഫിനിഷൻ ICAയുടേതാണ് എന്ന് പറയാനായിട്ട് പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓട്ടോണോമസ് അസോസിയേഷൻ ആണ്, ആളുകൾ വോളണ്ടറിലി ആണ് വരുന്നത്, ആളുകളുടെ കോമൺ ആയിട്ടുള്ള സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് എത്തിക്കൽ നീഡ്സ് ആണ് അവരവിടെ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുപോലെ ഇതെന്താണ്, ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ഉള്ള ഒരു സംഘടനയാണ്. അതാണ് ICAയുടെ. ഇവിടെ ICAയുടെ നമ്മൾ ലോഗോ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ICAനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്, ICAയുടെ ലോഗോയിനെ കുറിച്ച് പഠിക്കാനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ജസ്റ്റ് ആ ലോഗോ മാത്രം ഒന്ന് മനസ്സിൽ പതിപ്പിച്ച് വെക്കുക കേട്ടോ. ദെൻ എഡ്വേർഡ് മക്ലഗൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. നമ്മൾ പറയുമ്പോൾ ഓരോ കാര്യം പറയുമ്പോഴും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുമ്പോൾ എല്ലാം ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചിന്തിക്കുകയല്ല. നമ്മൾ ഒരുപാട് ഡെഫിനിഷനിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ എക്സാമിന് ഏറ്റവും ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഈ വീഡിയോയിലുള്ളത് മാത്രമല്ല ഡെഫിനിഷൻസ്, ഒരുപാടുണ്ട്. എക്സാമിന് ഏത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ നോക്കാം. എഡ്വേർഡ് മെക്ലഗന്റെ ഡെഫിനിഷൻ പറയുന്നതിന് മുന്നേ മറ്റൊരു കാര്യം പറയാം. നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെന്റ് ആദ്യമായിട്ട് അപ്പോയിന്റ് ചെയ്ത കോപ്പറേറ്റീവ് കമ്മിറ്റിയുടെ ചെയർമാനാണ് എഡ്വേർഡ് മെക്ലഗൻ. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് 1904 ആക്ട് തൊട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പം ഈ പറയുന്ന ഓരോ ആളുകളെ കുറിച്ച് നമുക്ക് പിന്നാമ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. ഡെഫിനിഷൻ നോക്കാം. ലാക്ക് ഓഫ് ടീച്ചിങ് ബോത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ്സ്. ഈ ലാക്ക് ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ എന്താണ്, പഠിപ്പിക്കുക. എന്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ്, കോപ്പറേഷനെ കുറിച്ച് പഠിക്കുക. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, അതാണ് ഇവിടെ മെക്ലഗൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ആദ്യം പറഞ്ഞിട്ടുള്ള ആളും ആര് തന്നെയാണ്, മെക്ലഗൻ ആണ്. ഓക്കെ, ഏറ്റവും കൂടുതലായിട്ട് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ വേണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ കോപ്പറേറ്റീവ് സക്സസ് ആവുള്ളൂ എന്ന് പറഞ്ഞ ആളാണ് എഡ്വേർഡ് മക്ലഗൻ. ഇനി നോക്കുക, ദ മൂവ്മെന്റ് ഡിഡ് നോട്ട് ടേക്ക്
ലോങ് ടു ഔട്ട്ഗ്രോ ദ ഡ്രീംസ് ഓഫ് ഇറ്റ്സ് ഫൗണ്ടേഴ്സ്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അതായത് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് അതിന്റെ ഫൗണ്ടേഴ്സിന്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് അത്രത്തോളം വളർന്നില്ല, അത്രത്തോളം ഇംപ്രൂവ്മെന്റ് ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അവരൊരു ഫസ്റ്റ് ലോയൊക്കെ കൊണ്ടുവന്ന സമയത്തും അവർ ആഗ്രഹിച്ച ഒരു ഔട്ട്പുട്ട് അതിൽ നിന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് കാലങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടറിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡെഫിനിഷൻ ഓർത്ത് വെക്കുക കേട്ടോ. ഓരോ കാലഘട്ടത്തിന്റെയും പ്രസക്തിക്ക് അനുസരിച്ചിട്ടാണ് ഓരോരുത്തരും ഡെഫിനിഷൻസ് കൊടുത്തിട്ടുള്ളത്. അതുകൂടി ഒന്ന് മനസ്സിൽ വെക്കുക. ദെൻ ആരാണ് നമ്മുടെ ഫ്രെഡറിക് നിക്കോൾസൺ. ഫ്രെഡറിക് നിക്കോൾസന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഫ്രെഡറിക് നിക്കോൾസൺ ആണ്. അതും ഓർത്തു വെക്കുക. ഒരു മാർക്ക് ചിലപ്പം അവിടെ നിന്ന് നമുക്ക് കിട്ടിയേക്കാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താണ്? ക്രിയേറ്റ് കോ ഓപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ്. എന്തൊരു വളരെ വിപുലമായ ആശയമാണ് ഫ്രെഡറിക് നിക്കോൾസൺ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കോപ്പറേറ്റീവ്സ് ഉണ്ടാക്കുന്നതിന് മുന്നേ കോ ഓപ്പറേറ്റേഴ്സിനെ ഉണ്ടാക്കൂ അല്ലേ? അതായത് സഹകരണത്തിന് മുന്നേ നിങ്ങൾ സഹകാരികളെ ഉണ്ടാക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അതും എന്താണ് പറയാ, ഒരു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അവയർനെസ് ഇല്ല എങ്കിൽ അത് ഫെയിലിയറിലോട്ട് എത്തിക്കും എന്നുള്ള മീനിങ് തന്നെയാണ് നൽകുന്നത്. ഓക്കെ, ഇനി വി എൽ മേത്ത. വി എൽ മേത്ത കമ്മിറ്റി നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഓരോ ആളുകളെ കുറിച്ചും നമ്മൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഇവരെ കുറിച്ചൊന്നും പഠിക്കാതെ നമുക്ക് ഒരിക്കലും കോപ്പറേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനേ പറ്റത്തില്ല എന്നുള്ളതാണ് ശരിക്കുള്ള കാര്യം. ഓക്കെ, വി എൽ മേത്ത പറഞ്ഞിട്ടുള്ള എന്താണ്? കോപ്പറേഷൻ ഇസ് ദ വാസ്റ്റ് മൂവ്മെന്റ് വിച്ച് പ്രൊമോട്ട്സ് വോളണ്ടറി അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഹാവിംഗ് കോമൺ നീഡ്സ് എന്നാണ്. അതായത് പൊതുവായിട്ടുള്ള ആവശ്യമുള്ള ആളുകളുടെ വലിയൊരു മൂവ്മെന്റ് ആണ് കോപ്പറേഷൻ എന്നാണ് വി എൽ മേത്ത പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ വരുന്നതാണ് മാൽക്കം ഡാർലിംഗ്. ഓക്കെ, ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ചെറിയൊരു ഡെഫിനിഷൻ എപ്പോഴും നമുക്ക് മനസ്സിൽ ഓർത്തിരിക്കാം എന്ന എക്സാമിന് ചോദിക്കുകയും ചെയ്യും. വൺ വില്ലേജ് വൺ സൊസൈറ്റി. ഒരു വില്ലേജിന് ഒരു സൊസൈറ്റി എന്നാണ് മാൽക്കം ഡാർലിംഗ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം മാത്രമല്ല, അതിനേക്കാൾ ഉപരി നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കേണ്ട ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു ആശയമാണ് എന്നാണ് മാൽക്കം ഡാർലിംഗ് പറഞ്ഞിട്ടുള്ളത്. കോപ്പറേഷൻ ഈസ് മോർ ദാൻ എ സിസ്റ്റം, ഇറ്റ് ഈസ് എ സ്പിരിറ്റ് വിച്ച് അപ്പീൽസ് ടു ഹേർട്ട് ടു മൈൻഡ്. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും മനസ്സിലേക്ക് വരേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് എത്തേണ്ട ഒരു ആശയമാണ് കോപ്പറേഷൻ എന്നാണ് മാൽക്കം ഡാർലിംഗ് പറഞ്ഞിട്ടുള്ളത്. ദെൻ കോപ്പറേഷൻ മീൻസ് മൊറാലിറ്റി അപ്ലൈ ടു ബിസിനസ്. അതായത് നമ്മൾ നമ്മുടെ ബിസിനസ്സിലേക്ക് മൊറാലിറ്റി അപ്ലൈ ചെയ്യുക, അതായത് നന്മകൾ അപ്ലൈ ചെയ്യുക അല്ലെ, എത്തിക്സ് അപ്ലൈ ചെയ്യുക. അതാണ് കോപ്പറേഷൻ എന്നുള്ളതാണ് മാൽക്കം ഡാർലിംഗ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്.